അല്ലാഹു പറയാൻ വിജനതയിലെ വിളിയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. രാത്രി ഏകാന്തതയാണ്, രാത്രി വിജനതയാണ്. ആ സമയത്ത് അല്ലാഹുവിനോട് ചോദിച്ചാൽ തരും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ് വിഷയം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രയാസങ്ങളൊക്കെ മാറാൻ ഒത്തിരി നമ്മൾ ദുആ ചെയ്യും. ഇതേവരെ രാത്രിയിൽ പാതിരാത്രിയിൽ ആരുമില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് എടുക്കാനേ പറ്റി. ഉറപ്പാ. പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് എടുക്കാൻ, പകലിലെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുമായിട്ട് എടുക്കാൻ കഴിയുകയില്ല. ഉറപ്പാ. കാരണം എന്താ? മഗ്‌രിബിന് പോയി കൈ കെട്ടുമ്പോഴായിരിക്കും പടച്ചോനെ ആരെങ്കിലും കടലിൽ വന്നിട്ടുണ്ടാവോ, ബസ്സിൽ പോരോ, ബസ് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ സമയത്ത് ഒരു മിസ് കോൾ വരും അല്ലേ? രാവിലെ പകലൊക്കെ തിരക്കിന്റെ സമയമാണ്. ആർക്കും കച്ചവടക്കാരനുണ്ടാവും. പള്ളിയിലെ ഉസ്താദാണെങ്കിൽ വ്യാഴാഴ്ച ഏതായാലും മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ പടച്ചോനെ വീട്ടിൽ പോകാൻ ലീവ് കിട്ടുമെന്നോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചിന്ത ഏതായാലും ഉണ്ടാവും. പെണ്ണുങ്ങളാണെങ്കിൽ അസറിന് പോയി കയറ്റുമ്പോഴായിരിക്കും പടച്ചോനെ പാല് തെളിച്ചു പോവോ എന്തോ, മഗ്‌രിബിന് കയറ്റുമ്പോഴായിരിക്കും പടച്ചോനെ സീരിയലിലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ ഇല്ലയോ, പല ചിന്ത. അതുകൊണ്ട് പിന്നെ അല്ലാഹുമായിട്ട് എടുക്കാൻ പറ്റിയ സമയത്താ രാത്രി. ആരും അറിയരുത്. നിങ്ങൾക്ക് പറ്റുമോ എഴുന്നേക്കാൻ? രാത്രിയിൽ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. ഞാൻ ജീവിതത്തിന്റെ ഒരു ക്രമം മാറ്റാൻ വേണ്ടി പറയാം. ഇങ്ങോട്ട് നോക്കി ഇതൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. കാരണം എന്താ? ഇത് ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ശാസ്ത്ര സയൻസോ പറയാം, നമ്മൾ ശാസ്ത്രജ്ഞനല്ലല്ലോ. ഇത് ചെയ്യേണ്ട കാര്യം. 4 മണിക്ക് എഴുന്നേൽക്കുക. ഭാര്യ അറിയത് നീ എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കുക, അല്ലാഹുവിന്റെ മുമ്പ് മുസല്ല വിരിക്കുക. കരഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയുക, അല്ലാഹുവേ ഞാൻ നീ മാത്രം, വേറെ ആരുമില്ല. അപ്പൊ എന്റെ ആവശ്യങ്ങൾ ഇതാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പാപിയാണ്, പക്ഷെ നീ എന്നെ പരീക്ഷിക്കണല്ലോ തമ്പുരാനെ എന്ന് നമ്മൾ ചെയ്ത പാവങ്ങൾ മുഴുവനും റബ്ബിനോട് പറയണം. ഭാര്യ അറിയ പോലും ചെയ്തരുത്. അറിഞ്ഞാൽ ഈ പാവം പറയണ കേട്ട അന്ന് തലാക്കുന്നു. അവളെന്നേക്കും പാടില്ല. എഴുന്നേറ്റാൽ നമ്മൾ ഈ പറയണെങ്ങാനും അബദ്ധത്തിൽ കേട്ടാ ഉറപ്പായിട്ട് അന്ന് തൊലാക്ക് സംഭവിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ചില ആളുകളുണ്ട്, അവർക്ക് നോമ്പുണ്ടോ ഉണ്ട്, സക്കാത്തുണ്ടോ ഉണ്ട്, നിസ്കാര തഴമ്പുണ്ടോ ഉണ്ട്, തഴമ്പിന് വലിയ പാടുവല്ലോ ഉണ്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. 3 പ്രാവശ്യം അരച്ചാ തഴമ്പുറപ്പ്. അപ്പൊ അതേണ്ടോ ഉണ്ട്, ഇൽമിന്റെ സദസ്സിലുണ്ടോ ഉണ്ട്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുമായിട്ട് എടുക്കുമ്പോഴാണ് അവന്റെ തഖ്വയുടെ മാനദണ്ഡം മാറുക. അതില്ലാത്തടത്തോളം കാലം നിങ്ങൾ ജനങ്ങളെ പേടിച്ചിട്ട് നന്നായിട്ട് നടക്കുന്നു എന്നല്ലാതെ അള്ളാഹിനെ പേടിച്ച് നിങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്? അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആരെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ രാത്രിയിൽ എല്ലാവരും ഉറക്കാം. പക്ഷെ നമുക്കിത് ചെയ്തു നോക്കിക്കൂടെ? നമുക്കത് ചെയ്തു നോക്കിക്കൂടെ? രാത്രിയിൽ ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. ഞാൻ ജീവിതത്തിന്റെ ഒരു ക്രമം മാറ്റാൻ വേണ്ടി പറയാം. എഴുന്നേൽക്കുക. അപ്പൊ നമ്മൾ ഒഴിക്കും 4 മണിക്ക് എഴുന്നേൽക്കാൻ, ഒരു 5 മണിക്ക് എന്നാ പോരെ. ചില ആളുകളുടെ സംശയം ഉണ്ടാവും. അതെന്താ കാരണം എന്നറിയോ? നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ കിടന്നുറങ്ങൂല, അതാണ് പ്രശ്നം. 8 മണിക്ക് ഇശാ കഴിഞ്ഞാൽ 8, 9, 10 മണിക്ക് കിടന്നൂടെ? 10 മണിക്ക് കിടക്കാൻ പാടില്ലേ? 10 മണിക്ക് കിടന്നാൽ 6 മണിക്ക് 10 മണിക്കൂർ ഉറങ്ങിയാൽ 10 മണിക്കൂർ ഉറങ്ങിയാൽ 4 മണി വരെ ഉറങ്ങിയാൽ അത്രയും പോരെ? 10 മണി മുതൽ 4 മണി വരെ 4 മണിക്ക് എഴുന്നേൽക്കുക, അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക, നിസ്കരിക്കുക. 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന് കാരണം നമ്മൾ നേരത്തെ കിടന്നുറങ്ങൂല, നേരത്തെ എണീക്കൂല. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് രാത്രി 12 മണി ആയാലും കട അടക്കില്ല.
നമ്മള് രാത്രി ഇശ കഴിഞ്ഞ് ഭാര്യ മക്കളെല്ലാരും കൂടി രാത്രിയിൽ ഇവിടെ രാത്രി കട തുറന്നുണ്ട്. നിങ്ങളെന്തായി മറ്റേ അലാവുദ്ദീൻ എളുപ്പ വിളക്കാണ് ഉണ്ടാണ്ടിരിക്കണ എല്ലാം ഒന്നും ആർക്കും അറിയാൻ പാടില്ല. എല്ലാരും ഭയങ്കര മുത്തക്കങ്ങളാ. അവന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അറേബ്യൻ ഫുഡിന്റെ ശൈലി നമ്മുടെ സദസ്സിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോ നമ്മൾ താമസിച്ചിറങ്ങാൻ തുടങ്ങി. കാരണം ഈ ചുട്ടുകോടി ചപ്പാത്തിയും കിട്ടുന്നത് എല്ലാം അടയ്ക്കുന്ന സമയത്ത് തുറക്കാൻ തുടങ്ങി. നമ്മൾ ഭാര്യ മക്കളും എല്ലാരും കൂടെ കൂടി ഈ സമയത്ത് തന്നെ കാണാൻ കുറെ ആളുകൾ നിരന്നിരിക്കണം. എന്തിനാന്നറിയോ? തവാഫ് ചെയ്യണ കോഴി തന്നെ. തവാഫ് ചെയ്യണ കോഴി പറയുന്നതാ അൽഫവറിലെ സംഭവം. അറിയാതാരുണ്ടാവൂല. ഈ സാധനം കടിച്ചുറക്കെ രാവിലെ രാത്രി കറങ്ങും. പണ്ട് കാലത്ത് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മഗ്‌രിബ് ഇശ കഴിയുമ്പോ എല്ലാരും കൂടെ ഇറങ്ങും. എന്നിട്ട് ഒരാള് പോകുമ്പോ അവരുടെ പൈസ കൊടുത്തു വിടും, മേടിച്ചോണ്ട് വരെന്ന് പറയും. ഇതൊക്കെ പൊതുവെയുള്ള പതിവാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് അറിയില്ല. എല്ലാവത്തെ അവസ്ഥ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയാ അനിസ്സമുരി രാക്കഥ പറഞ്ഞിട്ടിരിക്കുന്നതിൽ ഹബീബായ നബി തങ്ങൾ വെറുത്തിരുന്നു. ഒന്ന്. രണ്ട് ഹദീസ് നന്നായിട്ട് പഠിക്കണം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സമുരി രാക്കഥ പറയൽ ഹബീബായ നബി തങ്ങൾ നിരോധിച്ചു. രാക്കഥ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, എക്സെട്ര മാറ്റണം. അതൊക്കെ മാറ്റണം. അത് ചുമ്മാ വാതോരാൻ വേണ്ടി ഞാൻ വന്നതല്ല. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ. നമസ്കാരത്തിന് ശേഷം സഹാബത്തുകൾ പള്ളിയുടെ പ്രാന്തപ്രദേശത്ത് പോലും കൂടിയിരുന്ന് വർത്തമാനം പറയാൻ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോവുക, നേരത്തെ കിടന്നുറങ്ങുക, എന്നിട്ട് പാതിരാത്രി ആകുമ്പോൾ എഴുന്നേൽക്കുക. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ? ആ ഒരു മാനസിക അവസ്ഥയ്ക്ക് മാത്രമേ നിന്റെ പ്രയാസങ്ങളെ മാറ്റാൻ കഴിയുകയുള്ളൂ. കാരണം എന്തെന്നറിയോ? ഞാനിത് പറഞ്ഞത് വെറുതെയല്ല. ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോ എന്നോട് പല ആളുകൾ വന്നിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട്. ബക്കറ്റോട് കറമ പറയണം. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട്. അല്ലാഹുവേ, എന്റെ പ്രയാസങ്ങളൊന്ന് മാറാൻ, എന്റെ രോഗങ്ങളൊന്ന് മാറാൻ, ഏത് ആവശ്യമാണ് എനിക്ക് കിട്ടുക എന്ന് പേടിച്ച് നമ്മൾ ആശങ്കയോടെ ഇരിക്കുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ വഫാത്തായി. ഏക അവലംബമായ പ്രിയപ്പെട്ട മൂത്താപ്പയും വഫാത്തായി. ഏകനായ അനാഥനായ ജനകചിത്തനായ ഘടികചിത്തനായ അല്ലാഹുവിന്റെ റസൂൽ 1000 പ്രയാസങ്ങൾ ഇങ്ങനെ അല്ലാതെ ആരാണ് എന്നെ രക്ഷിക്കാനുള്ളത്? ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? അവസാനം തന്നെ നാട്ടുകാരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മാനി റളിയല്ലാഹു തആലയുടെ വീട്ടില് തന്റെ ഓലക്കുടിന്റെ ഉള്ളിൽ ദുഃഖത്തോടെ അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കിടക്കുമ്പോഴല്ലയോ വല്ലാത്ത ദുഃഖമാണ്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയും വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, അവസാനം എന്റെ നാട്ടുകാരടക്കമുള്ള എന്റെ വീട്ടുകാരുടെ കല്ലടിയുകയാ. അവരെന്നെ പ്രാന്തനെന്ന് വിളിക്കുകയാ, അവരെന്നെ ഒറ്റപ്പെടുത്തുകയാ. റബ്ബേ റബ്ബേ റബ്ബേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയും നബിയേ, ഓ ജഅലി മിൻ ലദുക സുൽത്താനൻ നസീറാ. അല്ലാഹുവേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. എവിടെയാണ് രക്ഷയുടെ വഴി എന്ന് വിചാരിച്ച് കിടക്കുമ്പോ റസൂലോട് പറഞ്ഞു നബിയേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയും നബിയേ, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖി വഖറജനി മുഖറജ സിദ്ഖ വജഅൽനി മിൻ ലദുക സുൽത്താനൻ നസീറാ. രാവും പകലുമില്ലാതെ എന്റെ വാപ്പയില്ല, എന്റെ ഉമ്മയില്ല. അല്ലാഹുവേ, ഗർഭ
ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പാതി ജീവിതത്തിന്റെ വഴിയിൽ എന്റെ വാപ്പ എനിക്ക് നഷ്ടപ്പെട്ടു പോയതാ. അല്ലാഹുവേ, പ്രസവിച്ചതിന് ശേഷം ഒരു ഉമ്മയുടെ വാത്സല്യം, ഉമ്മയുടെ താരാട്ടം കിട്ടുന്നതിന് മുമ്പ് ലാളിത്യത്തിന്റെ നടുവിൽ എന്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവസാനം എന്റെ ഏകത്യാണിയായ എന്റെ എളാപ്പയും എന്റെ മൂത്താപ്പയും എനിക്ക് ഇവിടെ പറഞ്ഞു പോയി. അവസാനം ദുഃഖത്തിന്റെ മഹാസാഗരത്തിൽ കിടക്കുമ്പോ എനിക്ക് സാന്ത്വനത്തിന്റെ അപലംബമായി കിടന്നു വന്ന എന്റെ ഖദീജയും എനിക്ക് ഇവിടെ പറഞ്ഞു പോയി. അവസാനം എന്റെ നാട്ടുകാരടക്കമുള്ള എന്റെ വീട്ടുകാർ എന്നെ കല്ലടിയുകയാ, അവരെന്നെ ഭ്രാന്തനെന്ന് വിളിക്കുകയാ, അവരെന്നെ ഒറ്റപ്പെടുത്തുകയാ. റബ്ബേ റബ്ബേ റബ്ബേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പറയും നബിയേ, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖി വഖറജനി മുഖറജ സിദ്ഖ വജഅൽനി മിൻ ലദുക സുൽത്താനൻ നസീറാ. എന്നെ സഹായിക്കണ സഹായം തരണം റബ്ബേ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു സഹായിയായി, ഒരു വഴികാട്ടിയായി, എങ്കിലും എന്റെ ഒരു സഹായിയായിട്ട് തരണേ തമ്പുരാനെ. എന്റെ സഹോദരങ്ങളെ, ചരിത്രം പഠിച്ചില്ല. രാത്രിയിൽ ഒരു സഹായിയെ തേടിയ റസൂലുള്ളാഹിയോട് അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞില്ല, നബിയേ മക്ക വിട്ടിട്ട് മദീനയിലേക്ക് പോവു നബിയേ. ആ മദീനയിലേക്ക് ഒട്ടകപ്പുറത്തേക്ക് എത്തേണ്ട താമസം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് മദീനയിലേക്ക് പോയ പ്രവാചകനെ കാത്ത സഹായികൾ നിന്നില്ലേ. ഓജഅൽനി മിൻ ലദുക സുൽത്താനൻ നസീറാ. ഒരു സഹായം തരണമെന്ന് ദുആ ചെയ്തപ്പോ മദീനയുടെ ചാരത്ത് കാത്തുന്നില്ല അൻസാറുകൾ. ബദ്റു അലൈനാ മിൻ സാനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ അല്ലാഹി ദാഇ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് നബിയേ നഹ്നുല്ലഹൂന ബായ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളുടെ മരണം വരെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്തത്തിന്റെ പ്രവാഹമുള്ളിടത്തോളം കാലം ബദറിലേക്കും ഖന്തക്കിലേക്കും ഖൈബറിലേക്കും അങ്ങ് പടിയാണ് നയിക്കുമ്പോ അവസാനം വരെ അങ്ങയുടെ ചാരത്ത് സഹായികളായിട്ട് എടുത്തു നിൽക്കാൻ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് നിൽക്കാൻ സഹായികളെ കൊടുത്തത് തഹജ്ജുദിന്റെ 4 റക്അത്ത് നിസ്കാരത്തിന്റെ ദുആ കൊണ്ടാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രി എന്ന് പറയുന്ന കള്ളു കുടിച്ചിട്ടും ആഭാസം കളിച്ചിട്ടും ചീട്ട് കളിച്ചിട്ടും രാത്രി എന്ന അമൂല്യമായ സംഭവത്തെ നഷ്ടപ്പെടുത്തിയ, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ കഴിയുന്ന, നമ്മുടെ ആദ്യങ്ങളെ പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ സമയം നഷ്ടപ്പെടുത്തല്ലേ ഉമ്മ, നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ. പടച്ചറപ്പിന്റെ മുമ്പിൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കോ. സിംഹക്കുട്ടി പോലും നിന്റെ കാൽച്ചുവട്ടിലെ പൂച്ചക്കുട്ടിയാകുമടാ. വന്യമൃഗങ്ങൾ നിങ്ങളെ കണ്ടാൽ ഓടുമടാ. അറിയുമല്ലോ, വരന്ന് കിടക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ വരാന്തരത്തിലേക്ക് സംഘവും ഇസ്ലാമിക മതപ്രബോധനത്തിന് വേണ്ടി പോകുമ്പോ വരന്ന് കിടക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ വരാന്തരത്തിൽ ആദിവാസികളെ താമസിക്കുന്നുണ്ട്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. കടിച്ചു കയറാൻ വേണ്ടി സിംഹക്കുട്ടികളും പുലിക്കുട്ടികളും നിൽക്കുന്ന നാട്ടിലേക്ക് കിടന്നതല്ലോ. ആ സമയത്ത് ആദിവാസിക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം. സഹാബത്ത് പറഞ്ഞു ഇബ്നു ആമിറിനോട്, ഈ വന്യമൃഗങ്ങൾ നമ്മളെ കടിച്ചു കയറില്ലേ, അവര് നമ്മളെ ഒറ്റപ്പെടുത്തില്ലേ, എങ്ങനെയാ മറുഭാഗത്തുള്ള ആദിവാസികളുടെ അടുക്കൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല. ഈ ചിഹ്നം വിളിക്കുന്ന കട്ടാനകളെ കണ്ട്, കടിച്ചു കയറുന്ന പുലിക്കുട്ടികൾ നിൽക്കുന്നത് കണ്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ വന്നവനല്ല. നമ്മൾ ആരെന്നറിയോ? മുസ്തഫ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. തിരിച്ചു പോകാൻ വന്നവനല്ലെന്ന് പറഞ്ഞ് വരാന്തരത്തിലൂടെ ഏകനായിട്ട് ഇറങ്ങിപ്പോയി മസ്തകം കുലുക്കിക്കൊണ്ട് പാട്ടാനകൾ പാഞ്ഞു വരുമ്പോ സഹാബത്ത് മുഴുവനും പേടിയോട് നോക്കി നിൽക്കുമ്പോ ദക്ഷിണാഫ്രിക്കയുടെ ഭൂമുഖത്ത് നിറഞ്ഞ ചരിത്രമാ ചെറുപ്പക്കാരാ. ആ സമയത്ത് ആദിവാസി കാട്ടുജാതിക്കാർക്ക് ഇസ്ലാമിക കലിമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയ കടിച്ചു കയറാൻ വേണ്ടി ചാടി വരുന്ന പുലിക്കുട്ടികളുടെ നേരെ കഴിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, വരാന്തരത്തിലെ കാട്ടുജീവികള്, വരാന്തരത്തിലെ
അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമീങ്ങളാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമീങ്ങളാ. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാ. ഒന്നില്ലെങ്കിൽ എനിക്ക് വഴിമാറുക, ഒന്നില്ലെങ്കിൽ എനിക്ക് വഴിമാറി തരിക. അതല്ലെങ്കിൽ എന്റെ മുമ്പിൽ നിങ്ങൾ വഴികാട്ടികളാവുക. ഒന്നില്ലെങ്കിൽ എന്റെ മുമ്പിൽ നിങ്ങൾ വഴിമാറുക, അതല്ലെങ്കിൽ എന്റെ മുമ്പിൽ വഴികാട്ടികളായിട്ട് നടക്കുക എന്ന് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഇത് കേട്ടപാടെ പെറ്റ് പ്രസവിച്ച് കളിക്കുന്ന സിംഹക്കുട്ടികൾ പോലും ഇത് കേൾക്കേണ്ട ഒരവസ്ഥ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സഹായികളായിട്ട് നടന്നു പോയില്ലേ? ഇത് കേൾക്കേണ്ട താമസം ഇത് കണ്ടുകൊണ്ട് നിന്ന് ആദിവാസി കാട്ടുജാതിക്കാര് കാട്ടിൽ തീ പിടിച്ചിട്ടുണ്ടെന്ന് കരുതി അവര് മുഴുവനും പാഞ്ഞു വരുമ്പോ കാണുന്നത് എന്താ? ഒരു ചെറുപ്പക്കാരന്റെ മുമ്പില്. ഏത് ചെറുപ്പക്കാരനാ? എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എത്തിയ മീലാദ് ശരീഫിന്റെ സാധു സംരക്ഷണ സമിതിയിലെ പ്രിയപ്പെട്ട സംഘാടകരടക്കമുള്ള ഈ സദസ്സില് ഓജസ്സും തേജസ്സുമുള്ള ഇസ്ലാമിക ചൈതന്യമുള്ള എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക ചെറുപ്പക്കാരാ, കാട്ടുപന്നിയെപ്പോലും മുമ്പിലാക്കാൻ പറ്റിയ ഊർജം കിട്ടിയത് എവിടെ നിന്നാ? ഇത് കേൾക്കേണ്ട താമസം ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഓടി വന്ന് പ്രിയപ്പെട്ടവർ കെട്ടിപ്പിടിച്ചവത്രേ. എന്നിട്ട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്നവനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വന്നവനാണെന്ന് പറഞ്ഞപ്പോ ഇത് കേൾക്കേണ്ട താമസം ബഹുമാനപ്പെട്ട ആദിവാസി കാട്ടുജാതിക്കാര് ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞവത്രേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ ഞാൻ ഈ കഥ പറഞ്ഞത് എന്തിനെന്നറിയോ? ഇറാഖിന്റെ ചച്ചിനിയുടെ സോമാനിയുടെ ആയിരക്കണക്കിന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം നിസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഇന്തിഫാദയിലൂടെ തെളിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് ഫലസ്തീനി ജനതയുടെ ശരീരത്തിന്റെ മുഖത്തിലൂടെ പുൽബോട്ടിൽ തകർത്തു കൊണ്ടുപോകുന്ന 10,000 നമ്മുടെ ആയിരക്കണക്കിന് നിരാനംബരം നിത്യാനിഹിതനുമായ 10,000 കൊലചെയ്യപ്പെടുമ്പോ, കാശ്മീറും ഗുജറാത്തും ആവർത്തിക്കപ്പെടുമ്പോ, ആയിരക്കണക്കിന് നമ്മുടെ ഫലസ്തീൻ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ, ഇതെല്ലാം കണ്ട് വിലപിച്ചു മാറി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാട്ടുപന്നിയെപ്പോലും മുമ്പിലാക്കാൻ പറ്റിയ ഊർജം കിട്ടിയത് എവിടെ നിന്നറിയോ? ഖന്തക്ക് യുദ്ധം അവസാനിക്കുമ്പോ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് 30,000-ഓളം വരുന്ന സഹാബത്ത് 3 ലക്ഷത്തോളം വരുന്ന ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തിയപ്പോ റുസ്തം ചോദിച്ചില്ലേ പട്ടാളക്കാരോട്, നമ്മൾ 3 ലക്ഷം ഉണ്ടായിട്ടും ഈ 30,000-ഓട് ജയിക്കാൻ കഴിയാത്ത എന്തിനെന്ന് ചോദിച്ചപ്പോ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ കുറവാണോ, ആയുധത്തിന്റെ കുറവാണോ, ബലത്തിന്റെ കുറവാണോ എന്ന് ചോദിക്കുമ്പോ റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വയോവൃദ്ധൻ പറഞ്ഞ മറുപടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാ. ആ വയോവൃദ്ധൻ പറഞ്ഞു, റുസ്തം മഹാരാജാവേ, നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ആയുധത്തിന്റെ കുറവല്ല, ആൽബലത്തിന്റെ കുറവല്ല. നമ്മൾ പരാജയപ്പെടാനുള്ള ഒരേ ഒരു കാരണം മുഹമ്മദിന്റെ അനുയായികളെ ഞാൻ കണ്ടു. അവരാരെന്നറിയോ? അവർ രാത്രി എഴുന്നേറ്റിട്ട് പടച്ചിറപ്പിനോട് പേടിച്ച് കഴിയുന്നവരാണ്. അവർ പകൽ മുഴുവൻ നോമ്പ് പിടിക്കുന്നവരാണ്. റുസ്തമിന്റെ കുതിരപ്പട്ടാളത്തിന് മുഹമ്മദിന്റെ സ്വാമിന്റെ മുന്നിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് പരാജയത്തിന്റെ കാരണത്തെ കുറിച്ച് വിശദീകരിക്കവേ വൃദ്ധം പറഞ്ഞു, റുസ്തമേ, നമ്മളിപ്പോ 3 ലക്ഷം ഉണ്ടായിട്ട് നമ്മൾ മരിക്കുന്നതിന്റെ കാരണം എന്താ? നിന്റെ പട്ടാളക്കാര് രാത്രിയിൽ കള്ള് കുടിച്ചിട്ട് വിഭജിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബത്ത് രാത്രി എന്നിട്ട് പടച്ചിറപ്പിന് മുമ്പിൽ പേടിച്ച് പൊട്ടിക്കരയുന്നവരാ. അവര് പകൽ മുഴുവനും നോമ്പ് പിടിക്കുന്നവരാ. പട്ടാചാരത്തിന്റെയും പലിശയുടെയും കഞ്ചാവിന്റെയും കണക്ക് പറയുന്ന 9,000 സ്വർണത്തിന് വേണ്ടി 9 വയസ്സുകാരെ കൊന്നെടുക്കുന്ന സ്ത്രീയുടെ ശരീരത്തിന്റെ പച്ചമാംസത്തിന്റെ ചൂടും ചൂറും അറിയാൻ എല്ലാ നാളാടിത്തരത്തിന്റെ പുറകിലൂടെ പോയപ്പോ നമുക്ക് കാശ്മീരിന്റെയും ഗുജറാത്തിന്റെയും ചെച്ചനിയുടെയും ബോസ്നിയുടെയും സോമാലിയുടെയും ആഫ്രിക്കയുടെയും
കഥ പറഞ്ഞിട്ടിരിക്കാന്നല്ലാതെ നമ്മുടെ പൂർവ്വികന്മാർ ആരെന്നറിയുമോ? അവര് രാത്രി എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനോട് പേടിച്ച് പൊട്ടിക്കരഞ്ഞവരാണ്. അവര് പകൽ മുഴുവൻ നോമ്പ് പിടിക്കുന്നവരാ. ബദറിന്റെ പാതിരാത്രിയിലല്ലേ റസൂലുള്ളാഹി ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്ന ദുഖലക ലാ തഅബുദു അബദാ. ബദറിയത്തെ ജയിക്കാൻ കാരണം എന്താ മുസ്ലിമേ? പാതിരാ സമയത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് പുറത്ത് തട്ടിയിട്ട് നബിയേ എന്തിനാ നബിയേ കരയുന്നത് എന്താന്ന് ചോദിക്കുവോളം പാതിരാത്രിയിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ നിസ്കരിച്ചപ്പോഴാ അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചതുകൊണ്ട് മുഹമ്മദിന്റെ സ്വഹാബിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നമ്മൾ റുസ്തമിന്റെ കുതിരപ്പെട്ട ആൾക്കാരെ നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം നമ്മൾ പാതിരാത്രിയിൽ കള്ളു കുളിച്ചു, വ്യഭിചരിച്ചു. അവന്റെ ജോലി നമ്മൾ ചെയ്തു. പാതിരാത്രി വ്യഭിചാരത്തിന്റേതായി, പാതിരാത്രി ഏറ്റവും വലിയ അശ്ലീലത്തിന്റേതായി. സ്ത്രീലം നമുക്ക് മറന്നുപോയി. രാത്രി ഈ രാത്രിയെ കുറിച്ച് ഓർക്കുക. രാത്രിയിലാണ് നബിയോട് പറഞ്ഞു, നബിയെ താജ് നസ്കരിക്കോ സുൽത്താൻ ഒരു സഹായത്തോട് അല്ലാഹു ആ സഹായം നമുക്ക് തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ അതുപോലെ റുസ്തമിന്റെ കുതിരപ്പട്ടാളത്തിന് തോൽപ്പിക്കാൻ മുഹമ്മദ് സഹാബിന്റെ മുമ്പിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ഇതെല്ലാം രാത്രിയിലെ നിസ്കാരം കൊണ്ടാ. അബൂ മുസ്ലിമുൽ ഖംലാനി റളിയല്ലാഹു അൻഹുവിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നോക്കുമ്പോ ആ സമയത്ത് സ്വാഭാവികമായി നമ്മൾ കരിഞ്ഞു പോകാറുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ചതെന്താ? തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് കൈകെട്ടി നിസ്കരിച്ചു അസ്ഹാബ് മുഹമ്മദ്. അബൂ മുസ്ലിമുൽ ഖംലാനി റളിയല്ലാഹു അൻഹു തീക്കുണ്ടാരത്തിന്റെ മുകളിൽ വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യനെ ആ സമയത്ത് മുസൈലമത്തുൽ കദ്ദാബ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകനായിട്ട് വന്നവൻ. അയാൾ കത്തിക്കരഞ്ഞ ശവശരീരം നോക്കുമ്പോ അബൂ മുസ്ലിമുൽ ഖംലാനി തീക്കുണ്ടത്തിന്റെ മുമ്പിൽ നിന്ന് കൈകെട്ടി നിസ്കരിക്കുക. ചരിത്രത്തിൽ കാണാം, ഒരു സഹാബിയുടെ കഴുത്ത് വെട്ടി യൂഫ്രട്ടീസിലേക്ക് എറിഞ്ഞു. ആ സമയത്ത് സഹാബത്ത് നോക്കി നിന്നപ്പോ ബാക്കി ശരീരഭാഗങ്ങളൊന്നുമില്ലാത്ത തല യൂഫ്രട്ടീസിന്റെ മുകളിൽ നിന്ന് സംസാരിച്ചു. അൽ മുഅ്ജിസത്തു വൽ കറാമൈൻ ഇബ്നു തൈരി പോലും പറയുന്നുണ്ട് ഈ സംഭവം. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ ഒരൊറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ, അവരുടെ രാത്രി സജീവമാണ്. നമ്മുടെയും രാത്രി സജീവമാണ്. ഫേസ്ബുക്കിൽ, വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചും കൊടുത്തും ഈ അണപ്പല്ലും കൊണ്ട് നിങ്ങളെ മുറുകെ പിടിക്കാൻ പറഞ്ഞത് ഈ നീലപ്പല്ലാണെന്ന് നമ്മൾ സംശയിക്കാറുണ്ട്. അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കാനാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. നമ്മൾ ഈ നീലപ്പല്ല് കൊണ്ട് എന്താ ചെറുപ്പക്കാരാ, മരിച്ച വീട്ടിൽ പോയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാറ്റിംഗ് ആണ്. മരണ വീട്ടിൽ പോയാലും ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും എനിക്ക് ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇവരെല്ലാം മുമ്പിലെടുത്ത് ഞാൻ പറയാ, മയ്യത്ത് വീട്ടിൽ പോയാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ചിട്ട് ഇത് നിനക്ക് വേണം, ഇങ്ങോട്ട് നിനക്ക് ഇത് വേണം, എനിക്ക് ഇങ്ങോട്ട്. മരണ വീട്ടിൽ പോലും എന്തുകൊണ്ട് ഒരു രാത്രിയെ കുറിച്ച് ചിന്തയില്ല? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, രാത്രിയുടെ മൂന്നാമത്തെ ഗുണം ഖുർആൻ പറയുകയാണ്. ഓരോന്നായി ഞാൻ പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. രാത്രിയുടെ അടുത്ത ജോലി ഖുർആൻ പറയുകയാണ്. അടുത്ത ജോലി ഏതാ? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ അവന്റെ പാർശ്വങ്ങളെ അവന്റെ ശയനമുറിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പടച്ച റബ്ബിനെ പേടിച്ചിട്ട് അവൻ ഭയത്തോടെ ദുആ ചെയ്യുകയാ.
രാത്രിയിൽ അടുത്ത ജോലി ഖുർആൻ പറയുകയാണ്. സഹാബത്തിന്റെ ജോലി പറയുമ്പോൾ ഖുർആൻ പറഞ്ഞത് കിടക്കുകയാണ് ഭാര്യ ഭർത്താവും കൂടി. ആ സമയത്ത് അവനവന്റെ ഭാര്യയുടെ കൂടെ രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ. ആ ഉറക്കത്തിന്റെ ഇടയിൽ അവര് പെട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് എഴുന്നേറ്റു. ഭർത്താവിന്റെ അടുക്കൽ വന്ന് ഭാര്യ എഴുന്നേറ്റിട്ട് ആഗ്രഹത്തോടെയും ഭയത്തോടെയും പടച്ചറപ്പിന്റെ മുമ്പിൽ അവർ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്തു. രാത്രി എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനെ പേടിച്ച് പൊട്ടിക്കരയണമെങ്കിൽ പേടി ഉണ്ടാവും. വേണ്ടേ? പേടി ഉണ്ടാവണ്ടേ? പേടി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേറൊരു ഭാര്യ ഭർത്താവിനെ ഞാൻ പറഞ്ഞു. ഏത് ഭാര്യ ഭർത്താവിനെ? ദുബൈയിലെ പാം ജുബൈറ ബീച്ചിലെ കടലിനടിയിലുള്ള ബെഡ്റൂമിന്റെ ഭാഗത്ത് ഭിത്തിക്ക് പോലെ ഗ്ലാസ് വെച്ച് അതിന്റെ മറുഭാഗത്ത് കൂടി തിരമാലയുടെ ഉള്ളിലൂടെ ഓളിയിട്ട് പോകുന്ന ഡോൾഫുകളെ ലൈവായി കണ്ട് പൊട്ടിച്ചിരിച്ച ആളാണ് ശശി തരൂരും സുനന്ദ പുഷ്കറും. ജീവിതത്തിന്റെ ഏറ്റവും സുഖത്തിന്റെ മേഖല ഞാൻ അത്രയൊന്നും പറയുന്നില്ല. അവർക്ക് പോലും ജീവിതത്തിൽ എന്താവാൻ കഴിയുന്നില്ല. അവസാന നിമിഷങ്ങളിൽ ഈ സ്നേഹിച്ചവർ പോലും അകന്നുപോയി. ദുബൈ പോയിട്ടുള്ളവരൊക്കെ ഞാൻ പോകേണ്ട ഫാമിലി ആയിട്ട് പോണ്ടേ? പോണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹമായിട്ടാണ് ഉംറയ്ക്ക് പോകണമെന്ന്. വലിയൊരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പോവാൻ. അടുത്ത ആഴ്ച ഉംറയ്ക്കായി പോവാണ്. അടുത്ത ഈ വരുന്ന ബുധനാഴ്ച അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പോവാൻ. എല്ലാം ദ്വാരക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പുറ സഹോദരങ്ങളെ, ഈ സദസ്സിന്റെ മുമ്പിലാണ് എന്റെ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് വെള്ളിയാഴ്ച രാവാ ഡയറക്ടർ നേരത്തെ പറഞ്ഞതുപോലെ സലാത്ത് ഡയറക്ടർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകുന്ന ദിവസമാ. അതുകൊണ്ട് ഉറക്ക സലാത്ത് ചൊല്ലി നബി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ. നൂറ് കി ജൽവാ നൂറ് കി ജൽഖാ നൂറ് കി മഹഫിൽ ജാ മദീന തുജേ സലാം. പ്രകാശത്തിന്റെ പ്രഭാവനയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടുകൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മരനിരകള് മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മമെല്ലരികൾ തീർത്ത ഹബീബേ, അവിടുത്തേക്ക് സലാം, അവിടുത്തേക്ക് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരന്മാരിൽ നിന്നും നിന്റെ മുത്തുനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ കാഠിന്യത്തിന്റെ കടൽ സ്പർശനം കൊണ്ട് മാലോകരുടെ ഹൃദയങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധമാക്കപ്പെട്ട ഹുബൈന്റെ ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ തിരുചാരത്തേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സലാത്ത് സലാമുകളെ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ കാവൽ നൽകണേ റബ്ബേ, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഈ നാട്ടിൽ നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കൾ നൽകണം റബ്ബേ, സഹോദരങ്ങൾ നൽകണേ അല്ലാഹ്,
നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല സന്ദർഭത്തിൽ നല്ല ദിവസത്തിൽ നല്ല രീതിയിൽ മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണം റബ്ബേ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഫി ഹഖി സല്ലല്ലാഹു മദ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഞാനും എന്റെ പ്രവാചകനും കൂടി ഞങ്ങളുടെ ശയ്യയിൽ ശയിക്കുമ്പോ ആയിഷ ബീവിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ എന്റെയും എന്റെ പ്രവാചകന്റെയും ചർമ്മങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് ഉറക്കത്തിന്റെ മടിത്തട്ടിലേക്ക് മടങ്ങിപ്പോയ ഞാൻ രാത്രി അന്ത്യയാമമായി കഴിയുമ്പോ ആ സമയത്ത് ഞാൻ മെല്ലെ കണ്ണ് തുറന്നു നോക്കുമ്പോ എന്റെ ചാരത്ത് കിടന്ന അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് എന്റെ കൂടെ കിടന്ന അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. എവിടെ പോയി എന്നറിയാതെ പാതിരാത്രി എഴുന്നേറ്റ് നോക്കുമ്പോ ഇതേവരെ എന്റെ കൂടെ കിടന്ന എന്റെ ഹബീബ് വീട് എന്നറിയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. പലപ്പോഴും രാത്രിയില് പലപ്പോഴും നബി തങ്ങളെ കാണാറായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ മസ്ജിദ് നബവിയിൽ നോക്കുമ്പോ അവിടെ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാറുണ്ട്. അന്നും പതിവ് പോലെ ഞാൻ മസ്ജിദ് നബവിയിൽ പോയി നോക്കുമ്പോ അവിടെ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനില്ല. സഹോദരങ്ങളെ, പാതിരാത്രി മുഴുവനും ആവാസർപ്പവ കഥകളെ വെല്ലുന്ന അശ്ലീലത്തിന്റെ കൂട്ടായി പോയ വീടിന്റെ രാത്രികൾ ഭാര്യ ഭർത്താക്കന്മാര് കൊണ്ടുപോകുമ്പോ ആ സമയത്താണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് സമയത്തൊരു ഭാര്യ മക്കളും നടന്നു നീങ്ങവേ ആ സമയത്തിന് വല്ലാത്ത തേങ്ങിക്കരച്ചിന് കെട്ടി എവിടെയെന്നറിയോ, മിഹ്റാബിന്റെ ചുവട്ടിലല്ല, പള്ളിയുടെ അകത്തളത്തിലല്ല, രാത്രി എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനെ പേടിച്ചിട്ട് കരയുകയാ. എവിടെ നിന്നാണ് ആ യോധനത്തിന്റെ ശബ്ദമെന്ന് നോക്കുമ്പോ ആ സമയത്ത് അവിടെ ജന്നത്തുൽ ബഖയിൽ അടക്കപ്പെട്ട ആയിരക്കണക്കിന് സഹാബത്തിന്റെ മയ്യത്തിന്റെ ഖബറിന്റെ ചാടത്ത് ചെന്നിട്ട് ഒരു രാത്രിയുടെ പൂനിലാവ് പോലെ അല്ലാഹുവിന്റെ റസൂൽ ശ്മശാനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാ. ആയിരക്കണക്കിന് സഹാബത്തിന്റെ മയ്യത്തുകൾ ഖബറടക്കപ്പെട്ട ഖബർസ്ഥാനില് മദീനയിലെ പ്രശസ്തമായ ജന്നത്തുൽ ബഖയിന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് ഒരു രാത്രിയുടെ പൂനിലാവ് പോലെ അല്ലാഹുവിന്റെ റസൂൽ ശ്മശാനത്തിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയണം കരയണം കരയണം. അതെന്തോർത്തിട്ട് രാത്രി നീ കിടക്കുമ്പോ ഓർക്കണം റബ്ബേ, ഞാൻ മരിച്ചിട്ട് എന്റെ കബറടക്കുന്ന ആദ്യത്തെ രാത്രി, എന്റെ കബറടക്കുന്ന ആദ്യ രാത്രി, എന്റെ കബറടക്കുന്ന ആദ്യത്തെ രാത്രി, എന്റെ കബറടക്കുന്ന ആദ്യ രാത്രി, ആദ്യ രാത്രി ഓർത്തിട്ട് ദുനിയാവിന് രാത്രിയിലെ കരയാൻ കഴിഞ്ഞാൽ അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ടല്ലേ മണവാട്ടി മണവാളഞ്ഞിരിക്കുകയാണ് മണിയറയിൽ, മണവാളഞ്ഞിരിക്കുകയാണ് മണിയറയിൽ. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ അനുവർജനീയമായ ഒരു പുരുഷന്റെ ആദ്യത്തെ രാത്രി, ഒരു പെണ്ണിന്റെ ആദ്യ രാത്രി, ആദ്യ രാത്രിയിലെ മണവാളം കാത്തിരിക്കുമ്പോ കാണുന്നില്ല മണവാട്ടി പെണ്ണിനെ. മണവാട്ടി എവിടെ, മണവാട്ടി എവിടെ? ആദ്യ രാത്രികളെ പൂമണം തൂക്കേണ്ടവളെവിടെ? പട്ടുമത്തയിൽ തലചായ്ക്കാനിടമില്ലെങ്കിലും ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കിടക്കേണ്ട പട്ടുമഹ്ഷി എവിടെ? എന്റെ ഭാര്യ എവിടെ എന്നറിയാതെ കാത്തു കിട്ടി കൈവല്യം പോലെ കാത്തു കിട്ടിയ പെണ്ണിനെ കാത്തിരിക്കുന്ന മണവാളന് അവസാനം മണവാട്ടിയെ കാണാതെ എവിടെയെന്നറിയാതെ കല്യാണത്തിന്റെ രാത്രിയിൽ പോകുമ്പോ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട വള്ളിക്കുടലിന്റെ താഴ്ഭാഗത്ത് ഒരു ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് പൊട്ടിക്കരയുകയാണ് മണവാട്ടി. മണവാട്ടി ആദ്യ രാത്രിയിൽ കരയുകയാണ്.
നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ മണവാട്ടി കിടന്ന് പൊട്ടിക്കറിയുമ്പോ ഓടി ചെന്നിട്ട് ചോദിച്ചു, ലോകത്തിന്റെ ഏറ്റവും വലിയ ധീരനായ മനുഷ്യൻ, കരയുന്ന മണവാട്ടി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അടിക്കളക്കാരിക്കും ലാഹോറിലെ തൂത്തുവരിക്കാരിക്കും ഒരേപോലെ പ്രിയങ്കരിയേ ഫാത്തിമ, ലടനാമണിയെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവർ കിടന്ന് പൊട്ടിക്കരിയുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം മുഴങ്ങി, ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വലിയ ചന്തയിലെ പുല്ലുകച്ചവടക്കാരനായി പോയത് കൊണ്ടോ, ഒരു പാവപ്പെട്ടവൻ നിന്റെ മണിയറയിലേക്ക് വന്നത് കൊണ്ടോ? ആ സമയത്ത് മണവാട്ടിയുടെ മറുപടി വന്നു, അല്ല അലിയേ, ഞാൻ കരയുന്നത് അതുകൊണ്ടല്ല. ഞാൻ കരയുന്നത് ഇന്ന് ഞാൻ ഇവിടെ കണ്ണീരൊഴുക്കുമ്പോ എന്തേ ഫാത്തിമ കരയുന്നത് എന്തേന്ന് ചോദിക്കാൻ നിങ്ങൾ എന്റെ ചാരത്തിന്റെ. നാളെ ഫാത്തിമ മരിക്കില്ലേ? ഇതും ഒരു രാത്രി, ഇത് വേറൊരു രാത്രി, ഇത് മണവാളന്റെ ആദ്യ രാത്രി. രാത്രിയുടെ മഹത്വങ്ങൾക്കൊപ്പം വേറൊരു രാത്രി. ഈ ഫാത്തിമ മരിക്കില്ലേ? എല്ലാവരും കൊണ്ടുപോയി ഫാത്തിമയുടെ മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും തിരിച്ചു പോകില്ലേ? ആ സമയത്ത് എല്ലാവരും മണ്ണിട്ട് തിരിച്ചു പോകുന്ന ഫാത്തിമയുടെ ഖബറിന്റെ ആദ്യ രാത്രിയിൽ മുൻകറും നക്കീറുമെന്ന് ഫാത്തിമയോട് ചോദ്യം ചോദിക്കുമ്പോ ആ സമയത്ത് ഫാത്തിമ ഖബറിലിരുന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ സമയത്ത് എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ അലിയെ നിങ്ങൾ അവിടെ ഉണ്ടാവില്ലല്ലോ. എന്റെ ഖബറിന്റെ രാത്രി ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് പൊട്ടിക്കരഞ്ഞപ്പോ ആ സമയത്ത് കണ്ണുനീര് തൂകിപ്പോയി ഖൈബറിന്റെ കൊട്ടാരത്തിന്റെ കോട്ടവാതിൽ ഒറ്റ കൈ കൊണ്ട് പിടിച്ചെടുത്ത ധീരയോദ്ധാവായ മനുഷ്യൻ ഖബറിന്റെ ആദ്യ രാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ഫാത്തിമ. നാളെ അലിയും മരിക്കും, ആദ്യ രാത്രി ഖബറിലും വരും, മലക്കുകൾ വരും. ഞാൻ കരഞ്ഞാൽ നീയുമില്ല. നിന്നെ മുസ്ലിയുടെ ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കും ഫാത്തിമ. അന്നാ മുസ്ലിയുടെ ഭാഗത്തേക്ക് വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താവും ആ മണിയറയുടെ ചാരത്ത് നിന്നു. കവി പറയുകയാണ് തറക്കാ ഫിറാശഹുമാ വതാമാ ഫിദ്ദുജാ. മണിയറയുടെ പ്രഥമ രാത്രിയിൽ അവനവന്റെ ഭാര്യയുടെ ജീവന സൗഖ്യങ്ങൾ ഉപേക്ഷിച്ച് ആ രാത്രി അവൻ എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെ രാത്രിയാണ് നമുക്ക് വേണ്ടത്. ആ രാത്രി അവൻ എഴുന്നേറ്റ് നിന്നു. എന്തിനു വേണ്ടി എന്നറിയോ? അന്നത്തെ ദിവസം അവര് മണിയറയുടെ സുഖമെടുത്തത് അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് നിർവഹിച്ചിട്ടാ. പളച്ചറപ്പിന്റെ മുമ്പിൽ ഇബാദത്ത് നടക്കുമ്പോൾ ഇബാദത്തിന്റെ സുഖമുണ്ട്. അന്നത്തെ ദിവസം അവരാ മണിയറയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ഇങ്ങനെ ഒരു രാത്രി നമുക്കുമില്ലയോ? ഈ രാത്രി എന്തേ നീ ചിന്തിക്കുന്നില്ല? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരി ഈ രാത്രി നീ എന്തേ ചിന്തിക്കുന്നില്ല? പൊട്ടിച്ചിരിച്ചുമോ കൊണ്ടു നീ നടക്കുന്നു, കടകൾ കഫന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുമോ കൊണ്ടു നീ നടക്കുന്നു, കടകൾ കഫന്തുണി നിന്നെയും നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, കുട്ടിക്കാടങ്ങാടിയിലൂടെ തിരുവനന്തപുരം ടൗണിലൂടെ ആട്ടഹസിച്ച് കളിച്ച് രസിച്ച് നീ നടക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ സ്വപ്ന കൊട്ടാരത്തെ കുറിച്ച് ചിന്തിച്ച് ആ സ്വപ്ന കൊട്ടാരത്തെ കുറിച്ച് ചിന്തിച്ച് നീ നടക്കുമ്പോ പൊന്നുമോളെ നീ അറിയുന്നില്ല, മറുഭാഗത്തെ കടയിൽ ഇരുന്നിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന്. നെഞ്ചും വിരിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നീ നടന്നു പോകുമ്പോ പെങ്ങളെ നീ അറിയുന്നില്ല, തൊട്ടടുത്തുള്ള തുണിക്കടയിൽ കടകൾ കഫൻ തുണി നിന്നെയും നോക്കുന്നു. കഫൻ തുണി നിന്നെ നോക്കി ചിരിക്കുന്നത് നീ അറിയുന്നില്ല. പൊന്നുമോളെ നീ ഒന്നും അറിയാതെ ആടിക്കളിച്ച് നടക്കുകയാണ്. ആടിക്കളിക്കൊന്നാടുമെന്തറിയുന്നു,
ആടിക്കളിക്കും നാടുമെന്നറിയുന്നു. അറുക്കാൻ വേണ്ടി കുറ്റിയിൽ അടയ്ക്കപ്പെട്ട ആട്ടുംകുട്ടി ഒന്നും അറിയാതെ കുറ്റിയിൽ കിടന്ന് ആടിക്കളിക്കുകയാണ്. ആട്ടുംകുട്ടിക്കറിയില്ല തന്നെ അറക്കാനുള്ള കുറ്റിക്ക് മൂർച്ച മറുഭാഗത്ത് കൂട്ടുന്നുണ്ടെന്ന്. ആടിക്കളിക്കുന്ന ആട്ടുംകുട്ടിക്കറിയില്ല തന്നെ അറക്കാനുള്ള കത്തിക്ക് മൂർച്ച മറുഭാഗത്ത് കൂട്ടുന്നുണ്ടെന്ന്. ഇതുപോലൊരാടാണ് ഹബീബേ അന്ത, മുരടിച്ചു പോയി നിനക്കുള്ള മുഴുവൻ ചിന്ത. ഇതുപോലൊരാടാണ് ഹബീബേ അന്ത, മുരടിച്ചു പോയി നിനക്കുള്ള മുഴുവൻ ചിന്ത. നീ ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയാണ്. നീ ഇങ്ങനെ പകലിലോട് നടന്നും പാതിരാത്രിയിലെ കിടന്നുറങ്ങിയും നീ ഇങ്ങനെ നടക്കുകയാണ്. നിനക്കൊരു ആട്ടിൻകുട്ടിയുടെ ബോധം പോലും നിനക്കില്ലല്ലോ മനുഷ്യ. നാളെ ഇവിടെ നിന്ന് പോകേണ്ടവനല്ലേ, ആരുടെ മണ്ണിലേക്ക് ഇറങ്ങേണ്ടവനല്ലേ. ഖബറിന്റെ ആഴം സ്നേഹിത നീ നോക്ക്, അത് നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഖബറിന്റെ ആഴം സ്നേഹിത നീ നോക്ക്, അത് നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരയണം കരയണം കരയണം. അതെന്തോർത്തിട്ടോ കിടക്കുമ്പോ ഓർക്കണം, റബ്ബേ ഞാൻ കബറടക്കുന്ന എന്റെ കബറിന്റെ ആദ്യത്തെ രാത്രി, എന്റെ കബറത്തിന്റെ ആദ്യ രാത്രി, എന്റെ കബർക്കാട്ടിൽ ആദ്യത്തെ രാത്രി. ഓർത്തിട്ട് ദുനിയാവിന്റെ രാത്രിയിൽ കരയാൻ കഴിഞ്ഞാൽ യഥാർത്ഥ മുത്തഖിയാരെന്നറിയോ, യഥാർത്ഥ മുഅ്മിനാരെന്നറിയോ? അവനാണ് മരണത്തെ ഓർത്ത് പൊട്ടിക്കരയുന്നവൻ, അവനാണ് മരണത്തെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയുന്നവന്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ഞാൻ ഈ രാത്രിയെ പറഞ്ഞ വിഷയത്തിന്റെ അവസാന ഭാഗത്തില് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളത്തേക്ക് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചതെന്ന് ഓർക്കുക. നിന്റെ കൈവിരലിലേക്ക് നോക്കുക, എല്ലാം മറക്ക്, നിന്റെ കൈവിരലിലേക്കൊന്ന് നോക്ക്. ആരുടെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോ എന്താണ് ബാക്കി എന്നോർക്ക്. അല്ലാഹു നമുക്ക് സ്വീകരിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം പറഞ്ഞതിൽ അഹിതകരമായ അപ്രിയകരമായ എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് കാര്യമായി ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.